ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ട്രേഡ് തുടങ്ങി. ഇപ്പോൾ 9:47. ഞാൻ ട്രേഡൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ട്രേഡിങ്ങിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇനി വരച്ചൊക്കെ ഇട്ടിരിക്കുന്നതെല്ലാം പല രീതിയിലുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും ട്രെൻഡ് ലൈനും ആണ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കി നിഫ്റ്റി ബാങ്കിലാണെങ്കിൽ 5 മിനിറ്റിൽ ഈ ഒരു ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മേലോട്ട് കയറാം. കൂടുതലും ഒരു അപ്സൈഡ് മൂവിന് ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ സൈഡ് വേസ്. ഡൗൺ സൈഡ് മൂവ് ഇനിയും വരും എന്നുള്ളത് അറിയില്ല, കാരണം കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഡൗൺ സൈഡ് തന്നെയാണ്. അല്ല, 1 2 3 4 കണ്ടിന്യൂസ് ഒരു 4 ക്യാൻഡിൽ മുകളിൽ തന്നെ ഡൗൺ സൈഡ് ആയിരുന്നു. ഇതിന്റെ ഇടയ്ക്കൊരു ഗ്രീൻ ക്യാൻഡിൽ വരാൻ ചാൻസ് ഉണ്ട്. ഈ വരുന്ന ഭാഗത്ത് നിന്ന് എവിടെന്നെങ്കിലും ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ കയറാൻ ചാൻസ് ഉണ്ട്. കുറച്ചൊരു പുഷ് മുകളിലോട്ട് കിട്ടും. ഓക്കെ, 1 അവർ ക്യാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ RSIയുടെ ഡൈവർജൻസ് ഒക്കെ തന്നെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് ഇതിൽ. നോർമലി RSI ഡൈവർജൻസ് ഒക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് വലിയ ടൈം ഫ്രെയിമിൽ 1 അവർ 3 അവറിലൊക്കെ വരുമ്പോൾ, 3 അവറിലാണെങ്കിലും ആ ഒരു ഡൈവർജൻസ് കാണിക്കുന്നുണ്ട് അതിൽ. ഇവിടെ പ്രൈസ് ലോവറിലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഡൈവർജൻസ് RSIയിൽ ഹയറിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു മൂവ് അപ്സ് എടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ചാടിക്കയറി ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. ഇപ്പം ഇവിടെ തന്നെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൽ നമ്മൾ ഹോൾ സൈഡ് എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ പണി കിട്ടിയല്ലോ. ഇവിടെ ഒരു സപ്പോർട്ട് വന്നു, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ആയെന്ന് കരുതുന്നെങ്കിൽ നമുക്ക് പണി കിട്ടിയല്ലോ. കാരണം ഒന്നാമത്തെ ഇവിടെ ട്രേഡ് എടുക്കാത്തതെന്ന് കാരണം ഈ ക്യാൻഡിൽ അത്ര സ്ട്രോങ് അല്ല. ഓക്കെ, ഇതൊരു ഓൾമോസ്റ്റ് ഡോജി ടൈപ്പ് ക്യാൻഡിലാണ്, ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഹോൾ സൈഡ് എൻട്രി എടുക്കാത്തത്. ഈ ഒരു ക്യാൻഡിൽ മൂവിന് ശേഷം ഇനി ഒരു നല്ലൊരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ വരികയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മേലോട്ട് പോവോ അതോ സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്ന് അറിയില്ല. ഇത് കഴിഞ്ഞിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ട്രോങ് ക്യാൻഡിൽ വരികയാണെങ്കിൽ ട്രേഡ് എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇത് നിഫ്റ്റി ബാങ്കിന്റെ കേസാണ്. നിഫ്റ്റി 50 ആണെങ്കിലും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. നിഫ്റ്റി 50 സെയിം RSI ഡൈവർജൻസും കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, കണ്ടില്ലേ? 1 അവറിലാണെങ്കിലും ആ ഒരു ഡൈവർജൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു 1 അവർ ക്യാൻഡിൽ ഇവിടെ ഗ്രീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇതിന്റെ താഴോട്ട് പോകാത്തിടത്തോളം കാലം നമുക്കൊരു ബൈ സൈഡ് അല്ലെങ്കിൽ കോൾ സൈഡ് എൻട്രി നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാം വേണമെങ്കിൽ. ഇതിലും താഴെയും ബ്രേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ പിന്നെ നോക്കണ്ട. പിന്നെയും ചിലപ്പോൾ ഒന്ന് സൈഡ് വൈസ് ആവാം, ഡൗൺ സൈഡ് ആയിരിക്കാം. ഈ അപ്പ് സൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സൈഡ് വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡൗൺ സൈഡ് ആയിരിക്കാം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഇത്രയ്ക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയില്ലേ. ആയിരിക്കാം എന്ന് പറയും, എല്ലാവർക്കും പറ്റും എന്ന് പറയും. എല്ലാവർക്കും അതേ പറ്റൂ. ഇപ്പൊ നമുക്കാണെങ്കിൽ എത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ആർക്കായാലും അതേ പറയാൻ പറ്റൂ. കാരണം ഇത് മാർക്കറ്റ് അതിന്റെ ഇഷ്ടത്തിന് മൂവ് ചെയ്യും. ഓക്കെ, നമ്മൾ ആ മൂവ് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കി സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് എടുക്കും. അത്രേ ഉള്ളൂ. അതിനാണ് സ്റ്റോപ്പ് ലോസ് ചെയ്യുന്നത്. കാരണം സ്റ്റോപ്പ് ലോസ് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് ഏത് ദിശയിൽ വേണം പോവാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചില്ലെന്നുണ്ടെങ്കിൽ അടിക്കാതെ താഴോട്ട് പോയി ബിഗ് ലോസിലോട്ട് പോകാം. അപ്പം നമ്മളൊരു അനാലിസിസ് നടത്തി അത് ഇങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനിലോട്ട് പോകുന്നൊരു അസംഷനിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പൊ അതിനെതിരെ പോയാൽ നമ്മൾ നമ്മുടെ ഫണ്ട് സേഫ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിൽ തന്നെ ഈ ഡൈവർജൻസും കാര്യങ്ങളെല്ലാം കാണിക്കുന്നു എന്ന് പറഞ്ഞ് ചാടി കയറി ഇവിടെ ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിലിന്റെ ഫോർമേഷൻ നമ്മൾ ഫോർ സൈഡ് എൻട്രി എടുത്ത് ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ അതുണ്ടല്ലേ ഏകദേശം ഇവിടെ വന്ന് നമ്മുടെ ഇതിപ്പം സ്പോട്ടിലായതുകൊണ്ട് വന്നില്ല. ഇവ നമ്മുടെ പ്രീമിയത്തിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഇതിന് താഴെ പോയി ഇപ്പം സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും പലരും. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ എൻ്റെ 2 ട്രേഡും എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞാനത് പറയാം. രണ്ടും ബാങ്ക് നിഫ്റ്റിയിലാണ് എടുത്തത്. ഇതാണ് പൊസിഷൻ 2987. ആക്ച്വലി 2 ട്രേഡിലും നല്ല പ്രോഫിറ്റ് കാണിച്ചതാണ്. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോകുമ്പോൾ തിരിച്ച് വന്ന് അടിച്ചതാണിത്. ഓക്കെ, ഫസ്റ്റ് ഈ എൻട്രിയിലും രണ്ടും ബാങ്ക് നിഫ്റ്റിയിലാണ്. ഓക്കെ, 426 ഇതിലാണ് ഞാൻ എൻട്രി ചെയ്തത്.
പിന്നെ ഞാൻ കുറച്ച് മൂവ്മെൻറ്റ് കിട്ടിയപ്പോൾ ഞാൻ കോസിൽ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. അങ്ങനെ അത് കോസിലാണ് ഇറങ്ങിയത്. കോസ് ഇറങ്ങി. രണ്ടാമത്തെ എൻട്രി 398 കയറി. ഇതും 430 എക്സിറ്റായി. കാരണം സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തപ്പോൾ തിരിച്ച് വന്ന് അടിച്ചതാണത്. 2 ട്രേഡിലും ഫസ്റ്റ് ട്രേഡിൽ 6000 പ്ലസ് പ്രോഫിറ്റ് കാണിച്ചായിരുന്നു. പക്ഷേ ഞാൻ അപ്പോൾ എക്സിറ്റ് ആയില്ല. കാരണം നമ്മൾ ട്രെയിൽ ചെയ്ത് പോകുമ്പോൾ മാക്സിമം പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് എടുക്കാനുള്ള മൂവിലായിരിക്കും നമ്മൾ പോകുന്നത്. സെക്കൻഡ് ഓർഡറിലും അങ്ങനെ തന്നെ. സെക്കൻഡ് എൻട്രിയിൽ 9000 വരെ പ്രോഫിറ്റ് കാണിച്ചു. അതായത് 100 പോയിൻറ്റ്സ് വരെ മൂവ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോകുമ്പോൾ വന്നടിച്ചതാണ്. അങ്ങനെ 2987 ഞാൻ ചാർട്ടിൽ കാണിക്കാം. ഫസ്റ്റ് വന്നിട്ട് 51400 51400 426 കയറി 10.2. ഇവിടെ കയറി 426 നമുക്ക് എൻട്രി കിട്ടിയത്. ഓക്കെ, 426 എൻട്രി കിട്ടി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കോസിൽ കൊണ്ടുവന്നു 427.90 അത് എക്സിറ്റായി. 427.90, അതായത് ഇവിടെ തന്നെ എക്സിറ്റായി. അത് കണ്ടില്ലേ, ഞാൻ എൻട്രി എടുത്തതിന് ശേഷം ഇത്രയും മൂവ് ചെയ്തു. 70 സംതിങ് പോയിൻ്റ് മൂവ് ചെയ്തു. 70 സംതിങ് പോയിൻ്റ് മൂവ് ചെയ്തു. അതായത് ഞാൻ 60 ക്വാണ്ടിറ്റിയാണ് എടുത്തത്. 90 ക്വാണ്ടിറ്റിയാണ് എടുത്തത്. 90 ക്വാണ്ടിറ്റിയാണ് എടുത്തത്. ഏകദേശം 73 പോയിൻറ്റ്സ് മൂവ് ചെയ്തു. 6000 പ്ലസ് അപ്പോൾ പ്രോഫിറ്റ് കാണിച്ചു. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തപ്പോൾ ഇത് എക്സിറ്റായി. പിന്നെ സെക്കൻഡ് എൻട്രി എന്ന് പറയുമ്പോൾ 51,100 കയറിയത്. അത് 12/1 എൻട്രി എടുത്തു 398.90. ഇതാണ് എൻട്രി. ഇവിടെയാണ് എൻട്രി എടുത്തത്. അപ്പോൾ തന്നെ ഞാൻ സ്മോൾ സ്റ്റോപ്പ് ലോസിലാണ്, ഏകദേശം 24 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസിലാണ് ഞാൻ ഇനിഷ്യൽ എൻട്രി കയറിയത്. അവിടെ നിന്ന് ആണല്ലേ ഓൾമോസ്റ്റ് 100 പോയിൻ്റ് മൂവ് ചെയ്തു. അതായത് 9000 രൂപ പ്രോഫിറ്റിൽ കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ട്രെയിൽ ചെയ്താണ് മൂവ് ചെയ്തത്. അങ്ങനെ ഈ 3 ക്യാൻഡിലും കഴിഞ്ഞപ്പോൾ ഓരോ ക്യാൻഡിൽ കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ റെഡ് ക്യാൻഡിലിൻ്റെ താഴെ ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തില്ല. കാരണം കുറച്ച് ബ്രീത്തിങ്, അത് പ്രൈസിന് കുറച്ച് മൂവ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിന് താഴെ കൊണ്ടുവച്ചത് 432. അപ്പോഴേക്കും 432 എക്സിറ്റായി. 432 ഞാൻ സ്റ്റോപ്പ് വച്ചത്. 430.20 എക്സിറ്റായി. ഓക്കെ, അപ്പോൾ അതിൽ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഏകദേശം 29 പോയിൻറ്റ്സ് അതിൽ കിട്ടി. ഓക്കെ, പോയിൻറ്റ്സ്. ഓക്കെ, 31.30 പോയിൻ്റ് നമുക്ക് ആ എൻട്രിയിൽ, സെക്കൻഡ് എൻട്രിയിൽ കിട്ടി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ട്രെയിൽ ചെയ്ത് പോയില്ല, നമ്മൾ ഇനിഷ്യൽ സ്റ്റോപ്പ് ലോസിൽ തന്നെ വെച്ചിരുന്നു എങ്കിൽ പോലും നമുക്ക് സ്റ്റോപ്പ് അടിച്ചേനെ. ഇപ്പോൾ പ്രൈസ് ഉണ്ടോ നല്ല താഴോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മൾ കോസിൽ കൊണ്ടുവച്ചിരുന്നുവെങ്കിലും കോസിൽ എക്സിറ്റ് ആവേണ്ടി വന്നു തന്നെ. ലാസ്റ്റ് മറ്റേ ട്രേഡ് പോലെ തന്നെ. ഈ ട്രേഡ് പോലെ തന്നെ നമുക്ക് കോസിലും എക്സിറ്റ് ആയതിന് ഇത് ഇന്നത്തെ ഡേ നോ പ്രോഫിറ്റിൽ എക്സിറ്റ് ആയത്. ഇവിടെ എനിക്ക് അധികം ട്രെയിൽ ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയില്ല. കാരണം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മൂവ് ചെയ്തിട്ട് പിന്നെ വലിയൊരു മൂവ്മെൻറ്റ് കിട്ടിയില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ വലുതായിട്ട് ട്രെയിൽ ചെയ്യാതെ കോസിൽ കൊണ്ടുവച്ചത്. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഹൈറ്റിൽ ട്രെയിൽ ചെയ്ത് പോയെന്നെ. ഓക്കെ, അങ്ങനെ അപ്പോൾ നമ്മുടെ 2 എൻട്രിയും കഴിഞ്ഞു. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബോട്ടത്തിലാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നല്ലൊരു ബോട്ടത്തിൽ നിന്ന് ഞാനത് ഹോൾഡ് ചെയ്തത് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാനത് പ്രീമിയം നല്ല മൂവ്മെൻറ്റ് കിട്ടിയപ്പോൾ എക്സിറ്റ് ചെയ്തന്നെ. കാരണം ഇതൊരു ബോട്ടം ആയതുകൊണ്ടാണ് ഞാൻ ഹോൾഡ് ചെയ്തത്. ഇൻ കേസ് ബോട്ടത്തിൽ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ
നല്ലൊരു പോയിൻ്റ് തന്നെ മൂവ്മെൻറ്റ് കിട്ടും. ഓക്കെ, നമുക്കത് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഹോൾഡ് ചെയ്തത്. എന്തുകൊണ്ടും ട്രയൽ ചെയ്ത് എക്സിറ്റ് ചെയ്തത് നന്നായി. ഓക്കെ, നമുക്ക് അറ്റ്ലീസ്റ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ പറ്റി. ഞാനിപ്പോൾ നോക്കുന്നുണ്ട് മാർക്കറ്റ്, ഞാൻ ക്യാൻസൽ ചെയ്ത് പോവാതെ, ക്ലോസ് ചെയ്ത് പോവാതെ ജസ്റ്റ് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, മാർക്കറ്റ് നല്ല ബോട്ടത്തിലാണ്. ഇവിടെ ബോട്ടത്തിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു, കിട്ടിയാൽ നല്ലൊരു ചാൻസാണ് ബോട്ടത്തിൽ നിന്ന് ക്യാപ്ചർ ചെയ്താൽ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.